അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് പാലക്കാട് ജില്ലയിലെ തൃത്താല തലക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ വരാനുണ്ടായ കാരണം അതിമനോഹരമായിട്ട് പാടുന്ന ഒരു 8ാം ക്ലാസ്സുകാരനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സൂപ്പർ പാട്ട് പറഞ്ഞാൽ നല്ല സൂപ്പർ സൗണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ആ പുള്ളിയുടെ വീഡിയോ കാണുന്നത്, പയ്യൻ്റെ വീഡിയോ കാണുന്നത്. അങ്ങനെ വിളിച്ചിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് പാട്ടാവാം. ഒരുപാട് കാഴ്ചകൾ നമ്മൾ പലതും വ്യത്യസ്തമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതേപോലെ നല്ല സൂപ്പറായിട്ടുള്ളൊരു പാട്ടുകാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. എന്തായാലും നേരെ വീഡിയോയിലേക്ക്. ഇതാണ് ആള്. പേരെങ്ങനെയായിരുന്നു? ആദിൽ. എത്തിലെ പഠിക്കണേ? 8ൽ അല്ലേ? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സൂപ്പർ പാട്ടാട്ടോ. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. കുറേ പാട്ട് നമുക്ക് പാടാനുണ്ട്. ഏതൊക്കെ പാട്ടാണ് പാടുക? മലയാള പാട്ടുകൾ എല്ലാം പാടും. ആദ്യം ചോദിക്കട്ടെ, പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കുന്നില്ല. എന്താ പഠിക്കാത്ത? നല്ല സൂപ്പർ സ്വരമാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ പാട്ട്. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയച്ചതും ഇങ്ങോട്ട് വന്നതും. പാട്ട് ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്തൂടെ? തീർച്ചയായിട്ടും പഠിക്കണം. ലോങ് ആയ കാരണമാണ്. ഈ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ പാടാൻ കഴിയില്ല. ഈ എന്താ പറയാ, സ്വരമാധുര്യം എല്ലാവർക്കും ഒരേപോലെ കിട്ടിക്കൊള്ളുന്നില്ല. അതൊക്കെ ഒരു ദൈവഭാഗ്യമാണ്. അപ്പൊ എന്തായാലും പാട്ട് പഠിക്കുക. ഓക്കെ. വീട്ടിൽ ആർക്കുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, ബ്രദർ, സിസ്റ്റർ. ഓക്കെ. പാപ്പ നാട്ടിലാണോ അതോ ഗൾഫിലാണ്? ഗൾഫിലെവിടെ? ഗൾഫിൽ മസ്കറ്റിലാണ്. ഒമാനിലാണ് അല്ലേ? പിന്നെ വീട്ടിൽ ആരെങ്കിലും ഈ പാട്ട് അതിന് കിട്ടിയത് കഴിവ് വാപ്പയോ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും പാടുമോ? വാപ്പ പാടുമോ അതോ ഉമ്മ? ഉപ്പ പാടും അല്ലേ? അപ്പോൾ വാപ്പാന്റെ സിദ്ധിയാട്ടോ മകന് കിട്ടിയാണ്. വാപ്പ പാടും എന്നാണ് പറഞ്ഞത്. ഒരുപാട് മത്സരങ്ങളൊക്കെ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. മദർസിലും സ്കൂളിലൊക്കെ പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? സ്റ്റേറ്റിൽ പോയിട്ടൊക്കെ ഉണ്ടോ? സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആള് ചില്ലറക്കാരനല്ല, മിടുക്കനാണ്. ഞങ്ങൾക്ക് ആദ്യം ഏത് പാട്ട് നമ്മൾ ആദ്യം പാടുക? ഫിലിം സോങ് ആണോ അല്ലെങ്കിൽ മധു പാട്ടാണോ മാപ്പിളപ്പാട്ട്? ഏത് ടൈപ്പിലോ പാട്ടാ പാടുക? ഉമ്മാന്റെ പാട്ട് തന്നെ. ഉമ്മാന്റെ പാട്ട് പാടി തുടങ്ങാം അല്ലേ? അപ്പോൾ എന്തായാലും ഉമ്മാന്റെ ഒരു പാട്ട് കേൾക്കാം. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും, ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണെൻ്റെ ഹാജത്ത്, ഉമ്മ ഇരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. അതിലെ ഒന്നും പറയാനില്ല. സത്യം പറ, രോമം അങ്ങനെ നീച്ചു. കാരണം ഉമ്മാനെ പറ്റി പാടുമ്പോൾ അല്ലെങ്കിൽ അമ്മനെ പറ്റി പാടുന്ന പാട്ട് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ഉള്ളൊന്ന് ഇതാവും. കാരണം ഉമ്മമാരെയും അമ്മമാരെയും ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടാവും ഇല്ലല്ലോ? നന്നായിട്ട് ഫീൽ ചെയ്ത് പാടുക. കാരണം സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഏതെങ്കിലും വേറെ ഒരു പാട്ട്, ഒരു സിനിമ പാട്ടോ ആയിക്കോട്ടെ. അടുത്ത ഒരു സിനിമ പാട്ട് പാടാം. കനവിതളായി നീവാ, പൂമുത്തോളെ നീ അരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടരല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. അപ്പം അതിലെ പൂമുത്തോളെ അടിപൊളിയാണ്. നല്ല ഒരു പോർഷൻ വരുന്നത് ഭയങ്കര ഹൈപ്പിച്ച് പാടുന്നതാണ്. എനിക്കിങ്ങനെ പേടിയായി, ഹൈപ്പിച്ചിൽ അങ്ങനെ ഇടറി വീഴോന്നുള്ളൊരു പേടിയായി. പക്ഷെ അടിപൊളിയായിട്ട് ആ സംഗതിയൊക്കെ മുട്ടിച്ച് പാടി. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കറിയാലോ നമ്മൾ പലതരത്തിലുള്ള പാട്ടുകൾ പാടി നമ്മളെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിരുന്നതാണ്. ഈ ഒരു ടച്ച് ഞാൻ ഇപ്പോൾ ഇവനോട് പറയാട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത പാടാൻ കഴിവില്ല ആളുകളിൽ നിന്ന് ടച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കഴിവൊക്കെ പോയി പോകും. അപ്പം എനിക്ക് ഞാൻ പാടുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാട്ടും നല്ലത് മറ്റുള്ളവർ പറയുന്നതെന്നുള്ളതാണ്. പക്ഷേ ഞാൻ പാടിയുന്ന കാലത്ത് പാടുമ്പോൾ ഇപ്പം നമുക്ക് പാടാനൊരു മടി അല്ലെങ്കിൽ ഒരു സഭാകമ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് പടച്ചോൻ തന്നൊരു കനിവ്, എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ്. ഈ സൗണ്ട്, എന്താ സ്വരമാധുര്യം
അത് നിലനിർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടി പഠിക്കണം വേണം. അത് ശാസ്ത്രീയപരമായിട്ട് തന്നെ പഠിക്കണം. നമ്മളൊന്നും അത് പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ലെവലിൽ. നല്ല സൗണ്ടാണ്, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, സംഗതികളൊക്കെ ക്ലിയർ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്കൊരു അടിപൊളി അടുത്ത പാട്ട് ഏതാ പാടാൻ പോകുന്നത്? മെലഡി സോങ്. ഒരു മെലഡി മാപ്പിള പാട്ടാണോ അതോ സിനിമ പാട്ടാണോ? മാപ്പിള പാട്ട്. ഏത് പാട്ടാണ്? ഏതാണ് ഷൗക്കത്തി. ഏതാണ് ഈ ഷൗക്കത്തി? ശരീഫ്ക്ക് പാടിയ പാട്ട് അല്ലേ? നമുക്ക് കേൾക്കാം. ഏതാണീ ഷൗക്കത്തി കമറിനൊളിരാചാത്തി എങ്ങൊന്നു വന്നെങ്ങു നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ കരളായോ നീ എൻ്റെ ഷൗക്കേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ടേ കേൾക്കൂയാ മെഹബൂബേ. ഏതാണീ ഷൗക്കത്തി കമറിനൊളിരാചാത്തി എങ്ങൊന്നു വന്നെങ്ങു നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ ജിന്നുകളെന്നെ വാനിൽ പറന്നു കൊണ്ടെത്തിച്ചു നിന്നുടെ മാരൻ ഇവിടെയാണെന്നും ചൊല്ലിയേ ജിന്നുകളെന്നെ വാനിൽ പറന്നു കൊണ്ടെത്തിച്ചു നിന്നുടെ മാരൻ ഇവിടെയാണെന്നും ചൊല്ലിയേ ഞാനാണാ മാരനിന്ന് ജിന്നുകൾ ചൊല്ലിയേ ഷൗക്കേറും ഷൗക്കത്തിയെ ചൊല്ലിടുമോ നീ ആരാണെന്ന്? ഒന്നും പറയാനല്ല, ഈ കൈ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഞാൻ നല്ല സൂപ്പറായിട്ട് പാടി, അടിപൊളി ഫീലായിരുന്നു. അത് ഈ പറഞ്ഞ കുറച്ച് ഹൈപ്പിച്ച് ടച്ചുള്ളതാണ്, എന്നാലും അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഈ റാപ്പ് സോങ് വേടൻ അല്ലെങ്കിൽ ഡാപ്സി അങ്ങനത്തെ ആളുകൾ പാട്ടുകൾ പാടും. എല്ലാം ഇവിടെ റെഡി ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഹിന്ദി പാടുമോ? അതും പാടും. അറബി പാടുമോ? പഠിച്ചിട്ട് പാടും ഇൻഷാ അല്ലാ. അത് വെയിറ്റ് ചെയ്യുക, നമ്മൾ തന്നെ പാടിപ്പിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ലബ്സി എന്ന് പറഞ്ഞാൽ ആദ്യം ഡബ്സിയുടെ പാട്ട്, അത് കഴിഞ്ഞിട്ടൊരു ഹിന്ദി സോങ്. പിന്നെ എനിക്കൊരു ആഗ്രഹം കേട്ടോ, ഇത്രയും നല്ല മധുര ശബ്ദത്തിൽ പാടുന്ന ഈ ആദിൽ മോൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു 4 വരി പാടാൻ വീഡിയോ അവസാനത്തിലൊരു പാട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പാടൂലേ എൻ്റെ ഇപ്പം? ആദ്യം ഡബ്സിയുടെ പാട്ട്. लाल मेरा रंगनी जो ने मिले तो लाल मेरा रंगनी तेरे नाम दी में रख ले ये गुलाब तेरे नाम दी में रख ले पुल बरसे हर एक दिल पे है चल गए जो तेरे इश्क में तू मिल जाए जब भी हम कहे मैं तेनू गुल्ले आमी कते भी मैं तेनू गुल्ले आमी मैं रब तक को गुल्ले आमी कते भी मैं रब तक को गुल्ले आनी जीना चोना तेरे लई तेनू जिस ताही में जीना चोना तेरे लई तस मैं की करा जीना चोना तेरे लई तेनू जिस ताही में जीना चोना तेरे लई तस मैं की तरह. അപ്പോൾ ഡബ്സിയുടെ ആ ഒരു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തരംഗമായിട്ടിരിക്കുന്ന പാട്ടാണ് ഇപ്പോൾ ആദിൽ മോൻ പാടിയത്. അപ്പോൾ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാൾക്കും പാടാൻ നേരത്തെ പറഞ്ഞ ഒരു പാട്ട് പാടിയാലോ? നമുക്ക് ഒഴിഞ്ഞിരുന്ന് പോയി പാടാം. ആയിക്കോട്ടെ, ബാ. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദു പല്ലവിയായി ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാ കനവാണെന്നാരു പറഞ്ഞു ഏഴു നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണീ കള്ളം ചൊല്ലിയതാരാണാവോ ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാ കനവാണെന്നാരു പറഞ്ഞു. ഒരുപാട് നേരമായി കുറേ പാട്ടുകൾ 4-5 പാട്ട് നമ്മൾ പാടി. നല്ല അടിപൊളിയായിട്ട് തന്നെ പാടുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് പാടുന്നത്. എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ സൗണ്ട് നിലനിർത്തുക, അതേപോലെ തന്നെ
പാട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും ഇവനെ പോലത്തെ ആളുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഈ മോനെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇതൊക്കെ എന്താ പറയുക, അത്യാവശ്യം കഴിവുള്ള, അത്യാവശ്യം നന്നായിട്ട് പാടുന്നൊരു പയ്യനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്കൊന്നും വേണ്ട. ഇവനെ നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ഗായകനായിട്ട് നമുക്ക് കേരളത്തിന് സമർപ്പിക്കണം. ഇതിലൊരു ചാനലിൽ ഇവൻ പാടിയിട്ടുണ്ട്, ദർശനയിൽ കുട്ടിക്കുപ്പായത്തിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ ചാനലിലൊക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഇവനെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു പാട്ടുകാരനായിട്ട് നമുക്ക് ഇവനെ വളർത്തിയെടുക്കണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ബൈ പറഞ്ഞോ. ബൈ.